പ്രൈസ് ലോർഡ്. യെശയ്യാ പ്രവചനം 49 അധ്യായം 24 25 വാക്യം. ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? എന്നാൽ യഹോവ എപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടി പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് വചനധ്യാനത്തിനായി തന്നു. മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ കർത്താവ് തന്ന് നമ്മെ അനുദിനം വഴി നടത്തുന്നു. ദൈവം തരുന്ന വാഗ്ദത്തങ്ങളിന്മേലുള്ള വിശ്വാസമാണ് ദൈവത്തിൽ കൂടുതൽ നമ്മെ വിശ്വസിക്കുമാറ് അവനോട് അടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. നാം വായിച്ച വേദഭാഗം ഒരു സാധാരണ വാക്യമല്ല, ശക്തിയുള്ള പ്രവർത്തിക്കുന്ന വചനമാണ്, വാഗ്ദത്തമാണ്. ഏറ്റുകൊള്ളുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം ഇസ്രായേൽ മിലിറ്ററി ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അതിൻ്റെ റിസപ്ഷനിൽ ഭിത്തിയിൽ എഴുതി തൂക്കിയിട്ടുണ്ട്. അതിലൊരു കാരണമുണ്ട്. വാസ്തവമായി ഇത് സംസാരിക്കുന്ന വചനം, പ്രവർത്തിക്കുന്ന വചനമാണെന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിച്ചു. അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, അത് പറയാം. 1976 ജൂൺ 27 വൈകിട്ട് ടെലവീവിൽ നിന്ന്, ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെലവീവിൽ നിന്ന് ഒരു ഫ്രാൻസ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 139 188 യാത്രക്കാരെയും 12 വിമാന ജോലിക്കാരെയും കൊണ്ട് ഫ്ലൈറ്റ് പുറപ്പെട്ടു. പാരീസിലേക്കാണ് യാത്ര. യാത്രമധ്യേ അവർ ഏതൻസിൽ ഇറങ്ങി. ഏതൻസിൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഏതൻസിൽ നിന്ന് വീണ്ടും 58 യാത്രക്കാർ ആ ഫ്ലൈറ്റിൽ കയറി. നമുക്കെല്ലാവർക്കും ആ കാര്യത്തെക്കുറിച്ച് ഒരുവിധം ആൾക്കാർക്കെല്ലാം ഒരുപക്ഷെ 50 വർഷത്തിന് മുമ്പുള്ള കാര്യമാണെങ്കിലും ഇന്നും അത് ഓർമ്മയിൽ നിൽക്കുന്നു. ഏതൻസിൽ നിന്ന് കയറിയ 58 യാത്രക്കാരിൽ 4 പേർ അവർ ഭീകരന്മാരായിരുന്നു. അവർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്തു. നിർബന്ധമായിട്ട് അത് ഉഗാണ്ടയിലേക്ക് റീഡയറക്റ്റ് ചെയ്തു. ഇദി അമീൻ ഭരിക്കുന്ന കാലം ആ ഉഗാണ്ട എയർപോർട്ടിലേക്ക് അത് ലാൻഡ് ചെയ്യുവാൻ അവിടെ നിന്ന് അനുവാദം കൊടുത്തു. ഇസ്രായേലിലെല്ലാം ഒരു നിലവിളി ഉയർന്നു. എന്ത് ചെയ്യും? ടെലവീവിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെയാണ്. പെട്ടെന്ന് ഓടിച്ചെന്ന് അവരെ വിടുവിക്കാൻ സാധിക്കത്തില്ല. അവിടെയെല്ലാം ഒരു നിലവിളി ഉയർന്നു. ജനങ്ങളിൽ ഭക്തന്മാരായവർ ഒന്നിച്ചുകൂടി ദൈവത്താൽ അല്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ അസാധ്യമെന്ന് അവർ വിശ്വസിച്ചു. ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ദേശത്ത് മോർദെഖായിയെ പോലെ, എസ്തേറിനെ പോലെ, ദാനിയേലിനെ പോലെ, ശദ്രക് മേശക് അബേദ്നെഗോവിനെ പോലെ ഭക്തന്മാർ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ജനങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി ദൈവത്തോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ലോകം മുഴുവനും വെമ്പലോടെ കാത്തിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഒരു വലിയ സംഭവം, അന്ന് ലോകത്തെ കിടിലം കൊള്ളിച്ചതായ ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഈ ജനങ്ങളെ വിടുവിക്കുന്നത്? എന്നാൽ ഒരു കൂട്ടം ഭക്തന്മാർ ചേർന്നുകൊണ്ട് അവർ പ്രതിജ്ഞയെടുത്തു. അവരുടെ ജീവൻ അർപ്പിക്കേണ്ടി വന്നിരുന്നാലും ശരി, അവർ ആ ജനങ്ങളെ, ആ ഫ്ലൈറ്റ് വിടുവിക്കും. ഇദി അമീൻ്റെ അവിടെ ആ രാജ്യത്ത് ചെന്ന് 4000 കിലോമീറ്റർ അവിടെ പറന്നു ചെന്ന് അവരെ വിടുവിക്കും. അതിനുള്ള ശക്തി ദൈവം അവർക്ക് കൊടുക്കുമെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുൻപിൽ വെളിപ്പെട്ടതായ ഒരു വചനമാണ് യെശയ്യാ പ്രവചനം 49 അധ്യായത്തിന്റെ 24 25 വാക്യം. നിഷ്കണ്ടകന്റെ കയ്യിൽ നിന്ന് നിന്റെ ജനത്തെ, നിന്റെ പുത്രന്മാരെ വിടുവിക്കുവാൻ കഴിയുമോ? നിഷ്കണ്ടകന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ആ ബന്ധനം സാധുതമാക്കി തീർത്ത ഒരു കൂട്ടം, ഒരുവന്റെ കയ്യിൽ നിന്ന് ബദ്ധന്മാരെ വിടുവിക്കാൻ കഴിയുമോ? നിന്നേക്കാളും വലിപ്പവും ശക്തിയുമുള്ള ഒരു ജനത്തിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന നിന്റെ പുത്രന്മാരെ വിടുവിക്കാൻ കഴിയുമോ? ദൈവം അരുളി ചെയ്യുന്നു, വിടുവിക്കാൻ കഴിയും, സാധ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിടുവിക്കും. ഇവർക്ക് ഈ വചനം കിട്ടിയ ഉടനെ ഒരു തേൻ കട്ട കിട്ടുന്നത് പോലെ, വലിയൊരു നിധി കണ്ടു കിട്ടുന്നത് പോലെ അവർ ഒത്തുചേർന്ന് ഈ വചനം ഞങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം എഴുതിയിരിക്കുന്നതെന്ന് അവർ ഏറ്റെടുക്കുകയുണ്ടായി. 4000 കിലോമീറ്റർ അകലെ ഒരു ഹെർക്കുലീസ് ഫ്ലൈറ്റിൽ കുറെ പടയാളികൾ ഇവിടെ നിന്നും പുറപ്പെട്ടു.
അവർ ചെയ്തതായ ബുദ്ധി എന്താണെന്ന് അറിയാമോ? വളരെ രസകരമാണ്. ആ ഫ്ലൈറ്റിൽ തന്നെ, അവർ കടന്നുപോയ ഫ്ലൈറ്റിൽ തന്നെ ഒരു കറുത്ത ബെൻസ് കാർ, മെഴ്സിഡീസ്, ഒരു എക്സിക്യൂട്ടീവ് കാറും അവർ കൊണ്ടുപോയി. ഇദി അമീൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒഫീഷ്യൽ കാറിൻ്റെ സെയിം പകർപ്പ് ഒരു കാർ. ആ ഹെർക്കുലീസ് ഫ്ലൈറ്റ് ഉഗാണ്ടൻ എയർപോർട്ടിൽ പാതിരാത്രിയിൽ ചെന്നിറങ്ങി. ആദ്യമായിട്ട് ഇറങ്ങിയത്, വെളിയിലിറക്കിയത് ഈ കാറാണ്. അതിനുശേഷം ഇദി അമീൻ യാത്ര ചെയ്യുന്ന ആ രൂപേണ അവർ ഈ ബദ്ധന്മാരെ ആ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇരച്ച് കയറിയതിൽ അല്ലെങ്കിൽ ആ ഹൈജാക്ക് ചെയ്തിരുന്നതായ ആ ഭീകരന്മാരെ മുഴുവനും ഓരോന്നായി വെടിവെച്ചു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറയട്ടെ, ചില മണിക്കൂറുകൾ 53 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഒരു പോരാട്ടം. അവിടെ നിന്ന് ആ ഫ്ലൈറ്റ് പൊങ്ങി സുരക്ഷിതരായി അവരെ ടെൽ അവീവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അവർക്ക് ബലം കൊടുത്തു. ഇതൊരു ചരിത്ര സംഭവമാണ്. ആ സംഭവത്തെ വിളിക്കുന്നത് ഓപ്പറേഷൻ യോനാഥാൻ. അന്ന് പോയിട്ടുള്ള പടയാളികളിൽ ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സഹോദരൻ യോനാഥാൻ കൊല്ലപ്പെടുകയുണ്ട്. അദ്ദേഹം ഒരുവൻ മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ. യെസ്, അതുകൊണ്ടാണ് അതിന് ഓപ്പറേഷൻ യോനാഥാൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ തണ്ടർബോൾട്ട്, ഇടിമുഴക്കമുള്ളതായ ഒരു ഓപ്പറേഷൻ അവരവിടെ നടത്തുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ തിരിച്ചു വന്നപ്പോൾ യെശയ്യാ പ്രവചനം 49-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യം, അവരവരുടെ ഭിത്തിയിൽ എന്നും അത് കാണുവാൻ എല്ലാ പടയാളികളും ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുമ്പോൾ അത് കണ്ട് വായിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരത് എഴുതി തൂക്കുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ നമ്മൾ വായിച്ചതായ വേദഭാഗത്തിൽ 2 കാര്യമാണ് കർത്താവ് നമുക്ക് ആലോചനയ്ക്കായി പറഞ്ഞത്. ഒന്ന്, ബലവാന്റെ കയ്യിൽ നിന്ന് ബദ്ധന്മാരെ വിടുവിക്കാമോ? നമ്മെക്കാളും ബലമുള്ളവർ, നമ്മെക്കാളും പ്രസിദ്ധിയുള്ളവർ, നമ്മെക്കാളും സമ്പന്നർ, നമ്മെക്കാളും എല്ലാം കൊണ്ടും ഉയർന്ന പദവിയിലിരിക്കുന്നവർ, അവരുടെ കയ്യിൽ ഒരു ബദ്ധനെ കിട്ടിയാൽ, ഒരുത്തനെ പിടിച്ചുകൊണ്ടുപോയാൽ എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നത്? നമ്മൾ അശക്തരാണ്, നമ്മിൽ കഴിവുകളൊന്നുമില്ല, ആയുധങ്ങളൊന്നുമില്ല, വേണ്ടത്ര ഒരു ആരോഗ്യകരമായ ഒരു ചുറ്റുപാടുകൾ നമുക്കില്ല എങ്കിൽ നമുക്കത് കണ്ട് സങ്കടപ്പെടുവാനല്ലാതെ കരയുവാനല്ലാതെ മറ്റൊന്നും കഴിയുകയില്ല. അതിനുശേഷം രണ്ടാമത് എഴുതിയിരിക്കുന്നത് നിഷ്കണ്ടകന്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ലോഫുൾ കാപ്റ്റീവ്, നിയമപരമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം. ദൈവത്തിൻ്റെ വചനം ഇവിടെ എഴുതിയിരിക്കുന്നത് നിഷ്കണ്ടകന്റെ കയ്യിൽ നിന്ന് ഒരുവനെ വിടുവിക്കാൻ കഴിയുമോ? ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് നിഷ്കണ്ടകന്റെ കയ്യിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ നീ നിരപരാധിയാണെങ്കിൽ, നീതിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നീയെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ വിടുവിക്കപ്പെടാം. പക്ഷെങ്കിൽ വചനം നമുക്ക് വേണ്ടി ഉള്ളതാണെന്ന് ഏറ്റെടുക്കുന്ന ചില ജീവിതങ്ങൾ അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം അങ്ങനെയാണ് ചെയ്തത്. അവർ ഈ വചനം അവർക്ക് വെളിപ്പെട്ടപ്പോൾ, ഈ വചനം മറ്റാർക്കും വേണ്ടിയല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവർ സ്വയമായിട്ട് ഏറ്റെടുത്തു. അവരുടെ ആ വിശ്വാസം ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ പതിക്കാൻ തുടങ്ങി. അങ്ങനെ പതിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ഊർജം, ഒരാത്മാവ്, ഒരു അഭിഷേകം നമ്മിൽ കടന്നു വരും. ദൈവവചനത്തിൽ നമുക്കായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക വചനങ്ങൾ ഒരുപക്ഷെ വേറൊരു വ്യക്തിയോട് പറയുന്നതായിരിക്കാം. പക്ഷെങ്കിൽ ആത്മാവ് അത് എടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് സംസാരിക്കും. അങ്ങനെയുള്ളതായ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കായിട്ടുള്ളത് എന്ന് ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു ശക്തി വ്യാപരിക്കും, ഒരു അഭിഷേകമുണ്ടാകും, ഒരു ബലമുണ്ടാകും. എന്താണെന്നറിയാമോ? ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നതായ വചനം, വാഗ്ദത്തങ്ങൾ. കഷ്ടത്തിൽ, നഷ്ടത്തിൽ, അധികാരികളുടെ കയ്യിൽ നിന്ന് അന്യായമായി അനേകം യാതനകൾ, പീഡകൾ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്, നിഷ്കണ്ടകന്റെ കയ്യിൽ നിന്ന് ബദ്ധന്മാരെ വിടുവിക്കാൻ കഴിയുമോ? കവർച്ചയെ പിടിച്ചു വാങ്ങിക്കുവാൻ കഴിയുമോ? നിന്നേക്കാൾ ബലമുള്ളവന്റെ കയ്യിൽ നിന്ന് നിനക്ക് വിടുവിക്കപ്പെടുവാൻ കഴിയുമോ? എന്നാൽ ദൈവം അവരെക്കാളും വലിയവനെന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ
അവരെക്കാളും വലിയൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഇതാ ശക്തി വ്യാപരിക്കുവാൻ തുടങ്ങി. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവിടെ തുടങ്ങും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. നമ്മൾ ദൂരസ്ഥന്മാരായിരുന്നു, ദൈവത്തോട് സാമീപ്യമില്ലാത്തവരായിരുന്നു, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നവരായിരുന്നു. പക്ഷെങ്കിൽ വിശ്വാസത്താൽ നാം ദൂരസ്ഥരല്ല, സമീപസ്ഥരാക്കപ്പെടുന്നത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ, അവന്റെ വചനങ്ങളിലുള്ള വിശ്വാസത്താൽ നാം ദൂരസ്ഥരല്ല സമീപസ്ഥരെന്നുള്ളതായ ഒരു വിശ്വാസം, ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ഈ സകല വാഗ്ദത്തങ്ങളും ദൈവം നമുക്കായി എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളതൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകും. ആ വിശ്വാസം നമ്മളിൽ വർദ്ധിക്കും. ആ വിശ്വാസം നമ്മളിൽ അഭിഷേകം കൊണ്ടുവരും. ആ വിശ്വാസം നമ്മളിൽ വളരുന്നതിനിടയായിത്തീരും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും കഷ്ടങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കും. വാഗ്ദത്തങ്ങൾ നമ്മെ സഹായിക്കും. ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിന്റെ ആ ഭാഗത്തേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് കടന്നു വരാം. യെശയ്യാ പ്രവചനം 49 അധ്യായത്തിന്റെ 24 25 വാക്യം. ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാന്മാരോട് അവരുടെ ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കയ്യിൽ നിന്നും കവർച്ചയെ വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും വേണ്ടി ദൈവം തരുന്നതായ വാഗ്ദത്തം. നമ്മുടെ കുഞ്ഞുങ്ങൾ പല പ്രാവശ്യം പല രീതിയിൽ അവർ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. ഇത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവം പറയുന്നത് നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പോരാടും. യെസ്, നിന്നെ പീഡിപ്പിക്കുന്നവനോട് ഞാൻ സമീപിക്കും, ഞാൻ അവരോട് യുദ്ധം ചെയ്യും. നമ്മളല്ല യുദ്ധം യഹോവയ്ക്കുള്ളതാ. പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുമ്പോൾ കർത്താവ് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു വലിയൊരു അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൽ വിശ്വസിപ്പാൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസിപ്പാൻ, വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. വിശ്വാസം നിന്നിൽ കടന്നു വരുമ്പോൾ നീ ഏതവസ്ഥയിലുള്ളവനായിരുന്നെങ്കിലും ശരി, ദൂരസ്ഥരാണെങ്കിലും സമീപസ്ഥരാണെങ്കിലും ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കും, നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കും, നിന്റെ തലമുറകളെ വിടുവിക്കും. എന്നിൽ വിശ്വസിക്കുക. യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. യുദ്ധം നമ്മൾ ചെയ്യേണ്ട കർത്താവ് ചെയ്താൽ മതി. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് വാഗ്ദത്തങ്ങളെ ഏറ്റെടുക്കുക. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മളിൽ കൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ ധാരയെ മനസ്സിലാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കി തീർക്കുന്നുണ്ടെങ്കിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ആരിലാണെന്നറിയാം? കർത്താവിൽ കൂടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ. അവനിലുള്ളതായ വിശ്വാസത്താൽ നാം ദൈവമക്കളാണ്, സമീപസ്ഥരാകുന്നു. പണ്ട് നമ്മൾ ദൂരസ്ഥരായിരുന്നു. എന്നാൽ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം സമീപസ്ഥരാകുമ്പോൾ വാഗ്ദത്തം നമുക്ക് വേണ്ടിയാണെന്നുള്ളതായ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആ ഉറപ്പ് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ളതായ ഒരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം നമ്മളിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ, അത് വളർത്തപ്പെടുവാൻ, അത് വലിയൊരു ശക്തിയെ പ്രാപിക്കുവാൻ തക്കണം നാം നമ്മെ തന്നെ ദൈവമക്കളെന്ന് നാം ഏറ്റുകൊള്ളുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാതം ദൈവത്തിന് വിശ്വസിക്കുവാൻ നിന്റെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ഈ വാഗ്ദത്തങ്ങളിൽ എഴുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും വേണ്ടിയാണെന്ന് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പു തരുന്നു. കർത്താവിൽ വിശ്വസിക്കുവാൻ, വചനങ്ങളെ ഏറ്റെടുക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ, അസാധ്യമായതിനെയൊക്കെയും സാധ്യമാക്കി തരുന്നതായ ദൈവത്തിന്റെ വചനത്തിലുള്ളതായ ആ വിശ്വാസം ഹേതുവായി ദൈവപുത്രന്മാരെന്ന് നമ്മളെ തന്നെ ഓരോ പ്രഭാതത്തിലും നമ്മെ തന്നെ എണ്ണുവാൻ തക്കോണം ദൈവം ധാരാളം കൃപയും ബലവും നമുക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.